അധ്യക്ഷൻ ബഷീർ മാടാല, മറ്റ് വിശിഷ്ട അതിഥികളെ, കല്ലടി കോളേജിലെ ജേർണലിസം അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പത്രപ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്നത്തെ വാർത്തകളിൽ നിന്ന് ആരംഭിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ കേരളത്തിൽ പുറത്തു വന്ന ഏറ്റവും വലിയ വാർത്തയാണ് ഇന്ന് മനോരമ പത്രത്തിലുള്ളത്. നമ്മുടെ സംവിധായകനും മുൻ MLA-യുമായിരുന്ന PT കുഞ്ഞഹമ്മദ് പീഡിപ്പിച്ച സംവിധായിക ഡോക്ടർ ആശ തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്. അതിജീവിതയെന്നും അപരാജിതയെന്നും ഇരയെന്നും പറഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ, യുവതികൾ എപ്പോഴും കാണാമറയത്ത് ഒളിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത് ആദ്യമായി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നും തനിക്കിത് പറയാനൊരു മടിയുമില്ലെന്നും അതിജീവിത എന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ, അതും വിദ്യാസമ്പന്നയായ ഒരു സംവിധായക, ഒരു എഴുത്തുകാരി, ഒരു അധ്യാപിക ആദ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം നടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തന്നെ അതിജീവിത എന്ന് വിളിക്കരുത്, അപരാജിത എന്ന് വിളിക്കണം എന്നാണ് ആ നടി നമ്മോട് പറഞ്ഞത്. പക്ഷേ അവർ പോലും തൻ്റെ ഐഡൻറ്റിറ്റിയും തൻ്റെ അനുഭവങ്ങളും വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ചില്ല. നമ്മൾ ഇവിടെ നിന്ന് UP-യിലേക്ക് പോയാൽ ഉന്നാവയിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ബന്ധുക്കളെയും അച്ഛനെയും അമ്മയെയും എല്ലാം കൊലപ്പെടുത്തിയ പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കരസേനാ മേധാവിയായിരുന്ന കരവനെ ചൈനയുടെ അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ ലഡാക്കിൽ ചൈനയുടെ ടാങ്കുകൾ പാഞ്ഞു കയറിയ സമയത്ത് 2020 താൻ പ്രധാനമന്ത്രിയോടും പ്രതിരോധ മന്ത്രിയോടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവരോടും ഈ വിവരം അറിയിച്ചപ്പോൾ ഉചിതമായത് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ ആത്മകഥ, ആ ആത്മകഥ പുറത്തിറക്കാൻ നമ്മുടെ സർക്കാർ അനുവദിക്കുന്നില്ല. മുൻ സൈനികർ, അത് കരസേനാ മേധാവിയായാലും അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ളവരായാലും, അവർ എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് എതിരാകുമോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ആ പുസ്തകത്തിന് അനുമതി നൽകൂ. അത്തരമൊരു പുസ്തകം പെൻഗ്വിൻ പുറത്തിറക്കുകയും ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം കാരവൻ മാഗസിനിൽ അച്ചടിച്ചു വരികയും ചെയ്തു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. അപ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ രാജ്യ സുരക്ഷയെക്കുറിച്ചോ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ സംസാരിക്കാൻ ഏതംഗത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അത്തരമൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട ലേഖനം ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-ക്ക്, അത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആകുമ്പോൾ മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ ഏത് സമയത്തും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന, നമ്മുടെ പാർലമെൻ്ററി ചട്ടങ്ങൾ നൽകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചു. 120 MP-മാർ, ഇന്ത്യ മുന്നണിയിലെ 120 MP-മാർ ഒപ്പിട്ട അവിശ്വാസത്തിനുള്ള നോട്ടീസ് സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ ഇനി വരാനിരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ സ്പീക്കർ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ അവകാശലംഘന നോട്ടീസ് വോട്ടെടുപ്പിന് വിധേയമാക്കുന്ന
സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. കഴിഞ്ഞ 12 കൊല്ലമായി 12 വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറില്ല. ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന ഒരു പദവിയാണ്. മാൻഡേറ്ററി ആയി തിരഞ്ഞെടുക്കേണ്ടതാണ് ഡെപ്യൂട്ടി സ്പീക്കറെ. ആ ഡെപ്യൂട്ടി സ്പീക്കർ മിക്കവാറും പ്രതിപക്ഷത്ത് നിന്നായിരിക്കുകയും ചെയ്യും. അത് വേണ്ട എന്ന് മോദി സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവിശ്വാസം വോട്ടെടുപ്പിന് വിധേയമാകുമ്പോൾ ആര് അധ്യക്ഷത വഹിക്കും? വലിയ ചോദ്യമാണ്. അപ്പോൾ നിയമപണ്ഡിതർ, നിയമവിദഗ്ധർ പറയുന്നത് ചരിത്രം കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ജനാധിപത്യം കടന്നു പോകുന്നത്. എഴുതാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലാത്ത ഒരു രാജ്യം. നമുക്ക് ഇന്ത്യൻ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ കഴിഞ്ഞ 2-4 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം, ഒരു അഭിമുഖം, അതാണ് ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്. എന്താണ് സച്ചിദാനന്ദൻ പറഞ്ഞത്? സച്ചിദാനന്ദൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ ഭരണം അപകടകരമാണ്. തുടർച്ചയായി ഒരു ഭരണകൂടം അധികാരത്തിൽ വരുന്നതിനേക്കാൾ സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നതാണ് കേരളത്തിന് നല്ലത്. അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യണമെന്നോ ഇടതുപക്ഷം പരാജയപ്പെടണമെന്നോ UDF വിജയിപ്പിക്കണമെന്നോ എന്നൊന്നും കവി പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലമായി സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി തുടരുന്ന സച്ചിദാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം കൂടി നാം അറിയണം. ലോക സാഹിത്യത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ, ലോക കവിതകളെ നമ്മളിലേക്ക് എത്തിച്ച, മലയാള കവിതയെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിഭാഷകളിലൂടെ പരിചയപ്പെടുത്തിയ മഹാകവി. അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിപ്രശസ്തമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് എഴുത്തോ നിന്റെ കഴുത്തോ ഏറെ കൂറേതിനോട് എന്ന കവിത എഴുതിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ച് ജയിലിലിട്ടത്. അങ്ങനെ ജയിൽവാസം. അത് കഴിഞ്ഞ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് അവാർഡുകൾ. അങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികളിൽ, സാംസ്കാരിക നായകരിൽ എന്തുകൊണ്ടും മുൻപന്തിയിലാണ് സച്ചിദാനന്ദൻ. അപ്പോൾ അങ്ങനെയുള്ള സച്ചിദാനന്ദൻ പറഞ്ഞത്, തുടർച്ചയായ ഭരണം വരുമ്പോൾ അധികാരത്തിൻ്റെ അന്ധത ഭരണാധികാരികളെ ബാധിക്കും. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദവും കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ചയും ആയിരിക്കണം ഒരു ഭരണകൂടം. അപ്പോൾ തുടർച്ചയായ ഭരണം, പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത് പോലെ തുടർച്ചയായ ഭരണം, അമിതമായ അധികാരം, മൃഗീയമായ ഭൂരിപക്ഷം, ഇതെല്ലാം ഭരണാധികാരികളെ അന്ധതയിലേക്ക് നയിക്കും. ഇപ്പം മോദി സർക്കാരിനെ സംബന്ധിച്ചും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചും സച്ചിദാനന്ദൻ പറഞ്ഞ വരികൾ വളരെ പ്രസക്തമാണ്. കാരണം തുടർച്ചയായി ഭരണം കിട്ടുമ്പോൾ തങ്ങൾ പറയുന്നതാണ് അവസാന വാക്ക്, തങ്ങൾ പറയുന്നതാണ് അവസാന ശരി, ഇതാണ് നിയമം എന്ന ഒരു തെറ്റിദ്ധാരണ ഭരണകൂടത്തിന്, ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായി ഉണ്ടാവും.